ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ട്രഡീഷണൽ മലബാർ സ്നാക്കായ നെയ്യടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 2 ബാറ്ററി യൂസ് ചെയ്തിട്ട് ലെയർ ആയിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് പാല്, 4 കോഴിമുട്ട, 1/4 കപ്പ് ഉണക്കമുന്തിരി, 1/4 കപ്പ് കാഷ്നട്ട്സ്, 1 നുള്ള് ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ നെയ്യ് എടുത്തിട്ടുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വേണ്ടി വരും. ആദ്യം ഞാൻ മൈദയുടെ ബാറ്ററാണ് ചെയ്യുന്നത്. അതിനായിട്ട് 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാല് കുറേശ്ശെയായി ചേർത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ടുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ലൂസിലാണ് കേട്ടോ കിട്ടേണ്ടത്. ഇനി ഒരു എഗ്ഗിൻ്റെ മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 4 കോഴിമുട്ട ഒരു മിക്സിയുടെ ജാറിൽ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മിക്സി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു വിസ്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താലും മതി. ഇതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ 2 മിക്സും തയ്യാറാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ ചൂടാവുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുള്ള 1/4 കപ്പ് കാഷ്നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്നട്ട്സിൻ്റെ കളർ മാറാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കാഷ്നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. കാഷ്നട്ട്സ് ഒക്കെ ഫ്രൈ ചെയ്ത സമയത്ത് അല്പം നെയ്യ് ഇതിൽ ബാക്കി വന്നിരുന്നു. അത് തന്നെ ഉപയോഗിച്ചിട്ട് ഈ പാത്രത്തിൻ്റെ ചുറ്റും ഒന്ന് നെയ്യ് തടവി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1-1.5 തവി മൈദയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന പാനിൻ്റെ സൈസിനനുസരിച്ചിട്ട് അടിഭാഗത്ത് കവർ ചെയ്യുന്ന വിധത്തിലാണ് നമ്മൾ മാവ് ഒഴിക്കേണ്ടത്. ഇനി പാന് മൂടി വെച്ചിട്ട് വളരെ ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയർ കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യ് തടവി കൊടുക്കാം. അല്പം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട്സും റൈസിൻസും ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1-1.5 തവി മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. താഴെയുള്ള ലെയർ കവർ ചെയ്യുന്ന വിധത്തിൽ വേണം നമ്മളിതിൻ്റെ മുകളിലേക്ക് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൈദയുടെ ലെയർ തയ്യാറാവുന്നതിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ സമയം വേണ്ടി വരും ഈ മുട്ടയുടെ ലെയർ തയ്യാറാവാൻ. ഇപ്പോൾ ഇവിടെ മുട്ടയുടെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യ് തടവി കൊടുക്കാം. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു 1-1.5 തവി മൈദയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് താഴെയുള്ള മുട്ടയുടെ ലെയർ കവറാവുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ മൈദയുടെ ലെയർ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യ് തടവിയിട്ട് കാഷ്നട്ട്സും റൈസിൻസും ഇട്ട് കൊടുക്കാം. ഓരോ ലെയർ ചെയ്ത് കഴിയുമ്പോഴും അതിൻ്റെ മുകളിലേക്ക് അല്പം നെയ്യ് തടവി കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കാഷ്നട്ട്സ് റൈസിൻസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഏകദേശം പകുതിയോളൊക്കെ മാവ് തീർന്ന സമയത്ത് ഞാൻ ഇതുപോലൊരു തവ പാനിൻ്റെ അടിഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മൈദയുടെ മിക്സും എഗ്ഗിൻ്റെ മിക്സും തീരുന്നത് വരെ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇത് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഓരോ ലെയർ വേവിച്ച് കഴിയുമ്പോഴും നെയ്യ് തടവി കൊടുക്കുക. അതുപോലെ അല്പം കാഷ്നട്ട്സും റൈസിൻസും വിതറി കൊടുക്കാം. ഞാനിവിടെ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് കാഷ്നട്ട്സും റൈസിൻസും ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
നിങ്ങൾ ഓരോ ലെയറും കുറച്ചും കൂടി തിക്കായിട്ടാണ് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ ലെയറിന് ശേഷവും ഈ കാഷ്നട്ട്സും റേസിൻസും ഒക്കെ ഒന്ന് വിതറിയിട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ലാസ്റ്റത്തെ ലെയർ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ബാക്കി വന്നിട്ടുള്ള കാഷ്നട്ട്സും റേസിൻസും ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ലാസ്റ്റത്തെ ലെയറും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാനിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നെയ്യട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വളരെ ചെറിയ തീയിൽ ഒരു 4 to 5 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യട റെഡി ആയിട്ടുണ്ട്. നെയ്യട ആവിയിലും വേവിച്ചെടുക്കാം. ഇതേ പ്രോസസ്സ് തന്നെ ചെയ്താൽ മതി. ഒരു പാനിൽ നെയ്യ് തടവിയിട്ട് ഓൾട്ടർനേറ്റ് ആയിട്ട് മാവ് ഒഴിച്ചെടുക്കുക, ഇടയിലൊക്കെ നെയ്യ് തടവി കൊടുക്കുക, കാഷ്നട്ട്സും റേസിൻസൊക്കെ ഇടയിലൊക്കെ വിതറി കൊടുത്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ആവിയിലും വേവിച്ചെടുക്കാം. ഇത് വളരെ ചെറിയ തീയിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ സമയമെടുക്കും. നമ്മൾ വേറെ എന്തെങ്കിലും കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ സ്ഥിരം വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ലെയർ ആയിട്ട് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.